ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല വിധത്തിലുള്ള വേദനകൾ, കൈകാൽ തരിപ്പ്, കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, ജോയിൻറ്റ് വേദന, അതുപോലെ തന്നെ ഒരു 2 ചുവട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ശരീരം നല്ലതുപോലെ കിതയ്ക്കുക, ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടിരിക്കുക. അതിനുള്ള നല്ലൊരു പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. ഒരു 1/2 കിലോ വെളുത്തുള്ളി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇത് കാണിക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുന്നതായിട്ടുള്ള സമയത്ത് ഞാൻ ഈ പറയുന്ന അളവ് മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക. 1/2 കിലോ വെളുത്തുള്ളിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കരിക്കിൻ വെള്ളമാണ് വേണ്ടത്. തേങ്ങാവെള്ളമല്ല, കരിക്കിൻ വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പ്രവാസി സുഹൃത്തുക്കൾ അവിടെ ചെയ്യുന്ന സമയത്ത് അവർക്ക് പാക്കറ്റിൽ കരിക്കിൻ വെള്ളം വരാറുണ്ട്. നിങ്ങൾ അത് മാത്രം എടുക്കുക. തേങ്ങാവെള്ളം ഒരിക്കലും യൂസ് ചെയ്യരുത്, അതുപോലെ മറ്റു വെള്ളവും നമ്മൾ യൂസ് ചെയ്യരുത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള വെളുത്തുള്ളി മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള കരിക്കും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ കരിക്കും വെള്ളത്തിൽ കിടന്നിട്ട് ഈ വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അതായത് നമ്മൾ എത്രയാണോ കരിക്കും വെള്ളം എടുത്തിട്ടുള്ളത് ആ കരിക്കും വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള കരിക്കും വെള്ളമായിരിക്കണം എടുക്കേണ്ടത്. ഇപ്പോൾ 500 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു 2 കരിക്കിനകത്തിൽ വെള്ളമൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. നിങ്ങൾ അതനുസരിച്ചെടുക്കുക. അതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് വറ്റിച്ചെടുക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് ഈ വെള്ളം മുഴുവനും വറ്റുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിവിടെ മുഴുവനായിട്ടും വറ്റിയിട്ടുണ്ട്. ഇനി ഈ വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് തണുക്കണം. അതായത് ഇതിൻ്റെ ചൂട് മുഴുവനായിട്ടൊന്ന് പോയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് തേനാണ്. 500 ഗ്രാം വെളുത്തുള്ളിക്ക് 200 ഗ്രാം തേന, അത് വലിയ തേനോ ചെറിയ തേനോ ഏത് തേൻ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അത് നമുക്ക് ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആദ്യം നിങ്ങൾ ഈ ഒരു അളവ് മാത്രം തയ്യാറാക്കുക. നിങ്ങൾ 2 പ്രാവശ്യം ഇത് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കിയിട്ട് അത് തീർന്നതിന് ശേഷം മാത്രം അടുത്തതായിട്ട് നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. ഇപ്പം ഈ ഒരു തേനൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ ഇതിവിടെ നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിക്കുന്ന വിധം കൂടി പറയാം. ഇത് രാവിലെ ഭക്ഷണത്തിന് ശേഷം, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം, വൈകിട്ട് കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നിങ്ങളിത് ഓരോ ടേബിൾ സ്പൂൺ വീതം കഴിക്കുക. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഏകദേശം ഒരു 5-6 ദിവസത്തേക്കിന് മാത്രമേ കാണത്തുള്ളൂ. ഇത് 3 നേരം കഴിക്കുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇത് തയ്യാറാക്കി വെക്കുക. നിങ്ങളിനി ഇത് ഷുഗറുള്ള ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാവുന്നതാണ്. കാരണം ശുദ്ധമായിട്ടുള്ള തേനാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. അതല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള തേനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എടുക്കാനായിട്ട് പാടില്ല. തേനിൻ്റെ ഒറിജിനലാണോ എന്നെങ്ങനെയാണെന്ന് അറിയുന്നതൊക്കെയുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ ഈ ഒരു ടിപ്പ് വളരെ നല്ലതാണ്. സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ശരീരത്തിൽ നല്ല എനർജി ആയിരിക്കും. ഇതിപ്പം വേദനകളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് കൂടി ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ദയവായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. ഒരു ഷെയർ കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല, നേരെ മറിച്ച് ഒരുപാട് പേർക്ക് അത് ഗുണകരമാവുകയും ചെയ്യും. അപ്പം നല്ലൊരു കിടുക്കാച്ചി വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി. നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.